ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് പപ്പയും ഉമ്മയും പിന്നെ അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആക്കണ്ടേ. ഇന്നലെ തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായി, പക്ഷെ അതിൽ 2-3 സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഞാൻ താഴെ പോയിട്ട് മേടിച്ച് ആദ്യം തന്നെ ക്ലീനിങ് ഒക്കെ തീർത്തിട്ട് മെല്ലെ കുക്ക് ചെയ്യാൻ നിന്ന്. എന്ത് ഡെസേർട്ടാണ് ഉണ്ടാക്കാമെന്ന് ഇന്നലെ തന്നെ ഒക്കെ പ്ലാൻ ആക്കി വെച്ചിട്ടുണ്ടായി. അപ്പം ആദ്യം നമ്മളൊരു ടോഫി പുഡിംഗ് ആണ് സെറ്റ് ചെയ്തെടുത്തത്. ഓരോ ഡിഷ് ഉണ്ടാക്കി കഴിയുമ്പോഴും അതിൻ്റേതായ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചു. കാരണം ഇന്ന് ഡിന്നർ, ഇഫ്താറിനുള്ളത്, അതുപോലെ തന്നെ ഡെസേർട്ട് എല്ലാം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നല്ല പണിയായിരിക്കും എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ. എല്ലാം കൂടെ ലാസ്റ്റ് കഴുകണായിട്ട് എനിക്കിഷ്ടം ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നായിട്ട് കഴുകി വെക്കണതാണ്. ടോഫി പുഡിങ്ങിൻ്റെ പണി കഴിഞ്ഞപ്പോൾ പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കസ്റ്റാർഡൊക്കെ സെറ്റ് ചെയ്തെടുത്ത് പിന്നെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ടിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച്. ഡെസേർട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇഫ്താർ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി നിന്ന്. ഞാൻ പോക്കറ്റ് ഷവർമ, അതുപോലെ തന്നെ ഗോതമ്പ് ദോശ വെച്ചിട്ട് ഒരു സ്നാക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അതിൻ്റെ ഉള്ളിൽ ചിക്കനും അതുപോലെ തന്നെ എഗ്ഗൊക്കെ ഫില്ല് ചെയ്തിട്ട് നല്ല റിവ്യൂ കിട്ടിയൊരു റെസിപ്പി ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ ഷെയർ ചെയ്യാം. അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ഫ്രൂട്ട്സും സ്നാക്സും അതുപോലെ തന്നെ ജ്യൂസൊക്കെ സെറ്റ് ചെയ്ത് അൽഹംദുലില്ലാ എല്ലാ ഡിഷും അവർക്ക് നല്ല ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. ഡിന്നറായിട്ട് ഞാൻ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പം മന്തിയും കഴിച്ച് അതുപോലെ തന്നെ ഡെസേർട്ടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഒരു 10:30 ആയപ്പോഴത്തേനും അവർ തിരിച്ച് വീട്ടിൽ പോയി. എല്ലാം റാഹത്തായി. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.